അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഫലങ്ങൾ വേണോ ഫലം വേണോ എന്നൊക്കെയാണത്രേ. അപ്പോൾ ഭഗവാൻ തമാശയായിട്ട് ചിന്തിച്ചു മനസ്സിൽ നിന്ന് പറയാറുണ്ട് ആചാര്യന്മാർ, സാധാരണ എല്ലാവർക്കും ഫലം കൊടുക്കാറുള്ളത് ഞാനാണ്. ചെയ്തതിൻ്റെ കർമ്മഫലം ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇത് ആദ്യമായിട്ട് ഒരാൾ എന്നോട് ഫലം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ആ ഫലം ഒന്ന് വാങ്ങിയിട്ട് തന്നെ കാര്യം എന്ന് കരുതി ഭഗവാൻ ആ ചേച്ചിയെ, അവരുടെ സഹോദരസ്ഥാനിയായിട്ടുള്ള ഒരാളാണ്, മുതിർന്ന ആളാണ്, അവരെ കൈ കൊട്ടി വിളിച്ചു. അപ്പോൾ വലിയൊരു കൂടെയായിട്ട് ഇത്തിരി പ്രായമായിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഭഗവാന്റെ അടുത്തേക്ക് വന്നു. പക്ഷെ ഭഗവാന്റെ അടുത്തേക്ക് വരുന്തോറും അവരുടെ കൊട്ടയുടെ ഭാരം കുറഞ്ഞതായിട്ടും അവരുടെ മനസ്സ് ഒരു അപ്പൂപ്പൻ താടി പോലെ നൈർമല്യമുള്ളതായിട്ടും അവർക്ക് തോന്നിയെന്നാണ്. ആ കുട്ടിയെ കണ്ടപ്പോൾ തൊട്ട് ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പല ആൾക്കാരും പറയണ കേൾക്കാറുണ്ട്, ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഗുരുവായൂരൊക്കെ വരുന്ന സമയത്ത് ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല, നോക്കിക്കൊണ്ടേയിരിക്കാൻ തോന്നുന്നു. അതുപോലെ ആ ഭഗവാന്റെ കണ്ണിലേക്ക് ആ സ്ത്രീ നോക്കിയ നിമിഷം തന്നെ ഭഗവാനുമായിട്ടുള്ളൊരു ആത്മബന്ധം അവർക്ക് അനുഭവപ്പെട്ടു എന്നാണ്. ആ കുട്ടിയുടെ ഓമനത്വം, അതിൻ്റെ ചിരി, അതിൻ്റെ നുണക്കുഴിയൊക്കെ കണ്ടപ്പോൾ അത്രയധികം സന്തോഷം ആ പെൺകുട്ടിക്ക് ഉണ്ടായി. ഉടനെ തന്നെ ഭഗവാൻ ചോദിച്ചു, എനിക്കിത്തിരി പഴം തരാൻ സാധിക്കുമോ? അപ്പോൾ വളരെയധികം ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി ആ പെൺകുട്ടി ഭഗവാനോട് പറയുന്നുണ്ട്, ഈ കൊട്ടയിലുള്ള പഴം മുഴുവൻ നിനക്കാണ്, ഇത് മുഴുവൻ എടുത്തോളൂ. എന്നിട്ട് ഒന്നും തന്നെ ചിന്തിക്കാതെ ആ ഭഗവാന്റെ മുമ്പിലേക്ക് തൻ്റെ കയ്യിലുള്ള, താൻ പൈസ കൊടുത്ത് വാങ്ങി വെച്ചിട്ടുള്ള ഒരു ദിവസം മുഴുവൻ കച്ചവടം ചെയ്യേണ്ടതായിട്ടുള്ള, അതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വൈകിട്ട് അരി വെക്കാനുള്ളതായിട്ടുള്ള പഴങ്ങൾ മുഴുവൻ ആ ഭഗവാന്റെ കാലിൻ്റെ ചുവട്ടിൽ അങ്ങോട്ട് കൊട്ടിക്കൊടുത്തു എന്നാണ്.